ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ ആംപ്ലിഫയർ ആയിട്ടുള്ള ഫിലിപ്സ് 40യുടെ വർക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജായിട്ടാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ടെക്നിക്സിൻ്റെ സതീഷ് ചേട്ടൻ്റെ ബോർഡാണ്. 2 ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. മോണോ ബോർഡാണ് വിത്ത് സ്പീക്കർ ഡിലേയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. കപ്പാസിറ്റർ കപ്പിൾഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ്റെ ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേയുടെ ഒരു സർക്യൂട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ടൊറോഡൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ സോഫ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ AB ഇലക്ട്രോണിക്സിൻ്റെ സോഫ്റ്റ് സ്റ്റാർട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ സതീഷ് ചേട്ടൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി PDF അയച്ചു തന്നിട്ട് ഞാനത് കോപ്പർ ക്ലാഡിൽ ചെയ്തെടുത്തതാണ്. സിംഗിൾ പവർ സപ്ലൈ ആണ് വരുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് റെഗുലേറ്റഡ് പവർ സപ്ലൈയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സിംഗിൾ റെയിലാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഇനി അടുത്ത് പോകുമ്പോൾ ബ്രെയിൻസിൻ്റെ ടോൺ കൺട്രോളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാര്യം ഫിലിപ്സിൻ്റെ യൂണിവേഴ്സൽ പ്രീ ആമ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ബ്രെയിൻസിൻ്റെ പ്രീ ആമ്പ് ആയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫിലിപ്സിൻ്റെ പ്രീ ആമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നല്ലതാണെന്നും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് G-Techൻ്റെ ഒരു വ്യൂ മീറ്റർ ഡ്രൈവറാണ്. നമ്മളിതിനകത്ത് അനലോഗ് വ്യൂ മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. 2 വ്യൂ മീറ്റർ ലെഫ്റ്റിനും റൈറ്റിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈവറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിയത് IV ഇലക്ട്രോണിക്സ് തൈരപ്പറമ്പ്. ഇത് വാങ്ങിയിട്ടുള്ളത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം. ഇത് വാങ്ങിയിട്ടുള്ളത് സതീഷ് ചേട്ടൻ്റെ സർക്യൂട്ടാണ്. ഇത് വാങ്ങിയതല്ല, സതീഷ് ചേട്ടൻ്റെ സർക്യൂട്ടാണ്. ഈ ബോർഡ് വാങ്ങിയത് സതീഷ് ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. ഇത് വാങ്ങിയത് സോഫ്റ്റ് സ്റ്റാർട്ട്. ഇത് വാങ്ങിയത് AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം. അടുത്ത് വരുന്നത് D-Techൻ്റെ ഒരു ഓഡിയോ ഇൻപുട്ട് സെലക്ടറാണ്. സ്റ്റീരിയോ ഓഡിയോ ഇൻപുട്ട് സെലക്ടറാണ്. USB ഓക്സ് 2 ഓക്സ് 3 ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 4 സിഗ്നൽസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. റോട്ടറി ടൈപ്പാണ്, പുഷ് ടൈപ്പ് അല്ല, റോട്ടറി ടൈപ്പാണ്. ആ ഒരു റോട്ടറി ടൈപ്പ് ആയതുകൊണ്ട് ആണ് ഞാനിത് പരിഗണിച്ചത്. ഒരു റോട്ടറി ടൈപ്പ് നമ്മുടെ നാട്ടിൽ അധികം ഇല്ല. ഉണ്ട്, G-Techനുണ്ട്. അത്യാവശ്യം വിലയുള്ളൊരു സാധനമാണ്. G-Techന് റോട്ടറി ടൈപ്പ് വരുന്നുണ്ട്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് അവർക്ക് G-Techൻ്റെ സൈഡിൽ വരുന്നുണ്ട്. വിദേശ നിർമ്മിതമായിട്ടുള്ള ഒരു സെലക്ടറാണ്. ഓക്കെ, പിന്നെ ഇനി അടുത്ത് വരുന്നത് ഒരു അടുത്ത ബോർഡാണ്. ഇത് സ്റ്റീരിയോ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു മോണയാണ്, ഇതൊരു മോണയാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇനി അടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടൊറോഡൽ ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 40 8 ആംപിയർ ആണ് വരുന്നത്. 18 1 ആംപിയറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 18 നമ്മൾ ഈ ഒരു ടോൺ കൺട്രോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. പിന്നെ അടുത്ത് ഉള്ളത് 40 ഈ 2 ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ഇനി ഒരു ട്രാൻസ്ഫോമറിനെ വയ്ക്കാനായിട്ടുണ്ട്. അപ്പം അത് വച്ചതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ്. നമ്മളെ ക്യാബിനറ്റ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഫുള്ള് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് ആക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതൊരു തുടക്കമാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉടനെ തന്നെ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ വർക്കായിട്ട് ചെയ്ത് തീർക്കുന്നതാണ്. നമുക്കിവിടെ ഒരു ഹീറ്റ് സിങ്ക് ഈ ഒരു രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ആംപ്ലിഫയർ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ബ്ലൂടൂത്ത് മോഡ്യൂളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരുന്നില്ല. ജസ്റ്റ് ഒരു ആംപ്ലിഫയർ എന്നുള്ള രീതി മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം പുറത്ത് നിന്ന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് വന്ന ഡാക്കോ അല്ലെങ്കിൽ USB മോഡ്യൂളോ അങ്ങനെ ഏതും നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നോ അങ്ങനെ ഏതും കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്നത്.